ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾക്കിന്ന് ലിവറിൻ്റെ കറിയാണ് സ്പെഷ്യലായിട്ടുള്ളത് ഉച്ചയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, വെല്ലുള്ളി, കുറച്ച് മല്ലിച്ചപ്പ് വേണം. പിന്നെ ഇതാ നന്നായിട്ട് ലിവർ കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആദ്യം പവറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ടിയും അതേപോലെ കാടമുട്ടിയും ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേണം കേട്ടോ. അങ്ങനെയൊക്കെ ചതച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് ആദ്യക്കൂട്ടിന് ഓരോന്നായിട്ട് തക്കാളിയായിട്ടും ഉള്ളിയായിട്ടും ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അവനിതാ തക്കാളി നന്നായിട്ട് കഴിക്കും. പിന്നെ ഇത് അവന് ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ചെയ്യാൻ അവൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ അതിന് ലിവറിൻ്റെ കറിക്ക് ഇതാ ആദ്യം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുക, കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി ഒന്ന് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിന് ശേഷം കുറച്ച് വെല്ലുള്ളി എടുത്തിട്ട് അതിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടി ഇടണം. അങ്ങനെ കുറച്ച് തക്കാളിയും കൂടി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഇത് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാട്ടിയതിൻ്റെ ശേഷം കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് അടച്ച് വെക്കണം. ഒന്ന് വാടി രണ്ടും കൂടി ഒന്ന് വാടി സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് അടച്ച് വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് വാടിക്കോട്ടെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തക്കാളി ഉള്ളി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം വേണം ഇത് അടച്ച് വെക്കാൻ കേട്ടോ. അങ്ങനെ നന്നായിട്ട് അടച്ച് വെച്ചതിൻ്റെ ശേഷം തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഏകദേശമൊക്കെ ഒന്ന് വാടി ലെവലായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു വാടി വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളി ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ ഒരു സ്മെല്ല് ഒന്ന് വേറെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് മസാല ആയിട്ട് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ചിക്കൻ മസാലയും 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി എല്ലാ പൊടികളും ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി അതിലേക്ക് നന്നായിട്ട് ഇളക്കണത്, അതിലേക്കൊന്ന് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അതിലേക്ക് അടച്ച് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് മല്ലിച്ചപ്പ് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മല്ലിച്ചപ്പ്. ഞാൻ കുറച്ച് അധികം ഇടാറുണ്ടല്ലോ, അപ്പം ഞാൻ കുറച്ച് അധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലിവർ ഉള്ളായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയാൽ ഒരു പച്ച കളർ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ലിവറിൻ്റെ കറി ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം താനേ വന്നോളും. അപ്പോൾ കുറച്ച് ഞാനൊന്ന് അടി പിടിക്കേണ്ട വിചാരിച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അടച്ച് വയ്ക്കണം. നന്നായിട്ട് അടച്ച ശേഷം കുറേ ടൈം നന്നായിട്ട് വേവണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. സാധാ ചിക്കൻ്റെ മാതിരിയല്ല, അപ്പോൾ ലിവർ കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇത് വാട്ടിയെടുക്കണം. നന്നായിട്ട് ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അടച്ച് ഒന്നും കൂടി വേവിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കാടമുട്ടിയും അതുപോലെ കോഴിമുട്ടിയും തോലൊക്കെ പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലിവറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മേലെ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കും. ഞാൻ എന്തുണ്ടാക്കിയാലും കുറച്ച് മേലെ ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലിവറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.